ജൂൺ മാസം 12-ാം തീയതി ക്രിസ്തുവർഷം 2024. പാലാരിവട്ടം ബൈബിൾ ചർച്ച് മലയാളം കൂട്ടായ്മയിൽ നിന്ന് ദൈവവചനവുമായി ദൈവകൃപയാൽ ഒരിക്കൽ കൂടി വിൻസെൻ്റ് തോമസ്. എന്നെ കേൾക്കുന്ന ഏവർക്കും യേശുക്രിസ്തുവിൽ കൃപയും സമാധാനവും നേരുന്നു. നമ്മുടെ ഇന്നത്തെ ദൈവവചന വായന 1 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 18 മുതൽ 24 വരെ. 1 കൊരിന്ത്യർ 1-ാം അധ്യായം 18 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ. ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയുമാകുന്നു. ജ്ഞാനികളുടെ ജ്ഞാനം ഞാൻ നശിപ്പിക്കുകയും ബുദ്ധിമാന്മാരുടെ ബുദ്ധി ദുർബലമാക്കുകയും ചെയ്യും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ജ്ഞാനി എവിടെ? ശാസ്ത്രി എവിടെ? ഈ ലോകത്തിൻ്റെ താർക്കികൻ എവിടെ? ലോകത്തിൻ്റെ ജ്ഞാനം ദൈവം ഭോഷത്വമാക്കിയല്ലോ. ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ ലോകം ദൈവത്തെ അറിയായിക കൊണ്ട് വിശ്വസിക്കുന്നവരെ പ്രസംഗത്തിൻ്റെ ഭോഷത്വത്താൽ രക്ഷിപ്പാൻ ദൈവത്തിന് പ്രസാദം തോന്നി. യഹൂദന്മാർ അടയാളം ചോദിക്കുകയും യവനന്മാർ ജ്ഞാനം അന്വേഷിക്കുകയും ചെയ്യുന്നു. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. യഹൂദന്മാർക്ക് ഇടർച്ചയും ജാതികൾക്ക് ഭോഷത്വവും. എങ്കിലും യഹൂദന്മാരാകട്ടെ യവനന്മാരാകട്ടെ വിളിക്കപ്പെട്ട ഏവർക്കും ദൈവശക്തിയും ദൈവജ്ഞാനവുമായ ക്രിസ്തുവിനെ തന്നെ. നമുക്ക് പ്രാർത്ഥിച്ച് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവാൻ ദൈവമേ, ക്രിസ്തുവേശുവിൽ ഒരുക്കിയിരിക്കുന്ന സർവ്വ ആത്മീയ അനുഗ്രഹങ്ങൾക്കുമായി നന്ദിയും സ്തുതിയും അർപ്പിക്കുന്നു. തേജസ്സിൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പാപപരിഹാര മരണത്തിനായി നന്ദി പറയുന്നു. ആത്മീയ കാര്യങ്ങൾ ദൈവത്തിൽ നിന്ന് പഠിക്കുമ്പോൾ പരിശുദ്ധാത്മ ഞങ്ങളെ പഠിപ്പിക്കണമേ എന്ന് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ. നാം കഴിഞ്ഞ 1-2 ക്ലാസ്സുകളായിട്ട് ആത്മീയ കാര്യങ്ങളിലേക്ക് കടക്കുകയാണ്. ആത്മീയം എന്ന് പറയുമ്പോൾ അത് വളരെ വിവാദങ്ങളുള്ള ഒരു വിഷയമാണ്. എന്നാൽ ദൈവവചനത്തിൽ വെളിപ്പെടുത്തി തന്നിരിക്കുന്ന വിഷയമാകയാൽ നാം അത് പഠിക്കേണ്ടത് ആവശ്യമാണ്. നമുക്ക് എഫേസ്യ ലേഖനം നമ്മൾ വായിച്ചപ്പോൾ അതിൽ ആത്മീയ അനുഗ്രഹങ്ങൾ, സ്വർഗത്തിലെ സർവ്വ ആത്മീയ അനുഗ്രഹങ്ങളെ നമ്മളെ ക്രിസ്തു യേശുവിൽ അനുഗ്രഹിച്ച ദൈവം വാഴ്ത്തപ്പെട്ടവൻ. അത് എഫേസ്യർ 1-ാം അധ്യായം 3-ാം വാക്യമാണ്. അങ്ങനെ ഒരു ആത്മീയ അനുഗ്രഹങ്ങളുടെ, സ്വർഗീയമായ ആത്മീയ അനുഗ്രഹങ്ങൾ നമുക്ക് ക്രിസ്ത്യാനികൾക്ക്, ദൈവഭക്തന്മാർക്ക്, ദൈവവിശ്വാസികൾക്കുണ്ട് എന്ന് വേദപുസ്തകം പറയുകയാണ്. എന്നാൽ അതേ എഫേസ്യ ലേഖനത്തിൽ തന്നെ അതിൻ്റെ 6-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ, അതിൻ്റെ 12 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഒരു ആത്മീയ പോരാട്ടം നമുക്ക് കാണാം. കാരണം ദൈവം ആത്മീയനാണ്, ദൈവം ആത്മാവാകുന്നു. നമുക്ക് തീർച്ചയായിട്ടും അറിയാവുന്ന വിഷയമാണ്. ശമരിക്കാരിയായ കാര്യത്തിയോട് യേശുക്രിസ്തു സംസാരിക്കുമ്പോൾ ദൈവം ആത്മാവാകുന്നു, ഗോഡ് ഈസ് സ്പിരിറ്റ് എന്ന് പറയുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ദൈവം ആത്മാവാകുന്നു. അതുകൊണ്ട് ആത്മീയ ഗോളത്തിൽ ദൈവത്തിന് എതിരാളിയുണ്ട്. അത് സാത്താനാണ്. അവനോട് ചേർന്ന് നിൽക്കുന്ന ദൂതഗണങ്ങളാണ്, ദുഷ്ടാത്മാക്കളാണ് എന്ന് നമുക്കറിയാം. അങ്ങനെ ദൈവത്തിനൊരു വലിയ പോരാട്ടമുണ്ട്. ആ പോരാട്ടത്തെയാണ് എങ്ങനെ സമീപിക്കണമെന്ന്, അത് ക്രിസ്തുവിലും അവൻ്റെ അമിത ബലത്തിലും നമ്മൾ ആശ്രയിപ്പിൻ. അവൻ്റെ ആയുധവർഗം നമ്മൾ ഇട്ടിട്ട് വേണം യുദ്ധം ചെയ്യാൻ. അതുകൊണ്ട് ഈ പോരാട്ടം നമ്മുടേതല്ല, അത് ദൈവത്തിൻ്റെ തന്നെ പോരാട്ടമാണ്. എന്നാൽ ഈ പോരാട്ടത്തിൽ ശത്രുപക്ഷത്തായിരുന്ന സാത്താൻ്റെ അടിമകളായിരുന്ന നാമെ ദൈവം യേശുക്രിസ്തു മുഖാന്തരം രക്ഷിച്ച് തൻ്റെ ഭാഗത്തേക്ക് ആക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ ക്രിസ്തീയ ജീവിതവും നമ്മുടെ ആത്മീയ ജീവിതവും ആത്മീയ അനുഗ്രഹം എല്ലാം തന്നെ അത് ക്രിസ്തുവാണ് നമുക്ക് പോരാടേണ്ടത്. എന്നാൽ ഇത് നമ്മൾ പഠിച്ചു വരുമ്പോൾ നമുക്ക് ചില ഉത്തരവാദിത്തങ്ങൾ ഉള്ളതായിട്ട് ഇതിനെക്കുറിച്ച് അറിയാനും അതിന് എതിർത്ത് നിൽക്കാനും ക്രിസ്തുവിൽ ആശ്രയിക്കാനും അവനിൽ കൂടുതലായിട്ട് വിശ്വസിക്കുവാനും എല്ലാം അത് മുഖാന്തരമാകണം. അത് ഉത്തരവാദിത്തമായിട്ട് തന്നെ വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ആത്മീയ അനുഗ്രഹങ്ങൾ, ആത്മീയ പോരാട്ടം, അതുപോലെ ഒരു ആത്മീയ ജീവിതവും വേദപുസ്തകത്തിൽ നമ്മളെക്കുറിച്ച് പറയുന്നുണ്ട്. ഒരു ആത്മീയ ജീവിതം. അപ്പോൾ ഈ ആത്മീയ ജീവിതം എന്താണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതാണ്. അതുകൊണ്ട്
ആത്മീയത നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ആത്മീയനായി തീരേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് ആത്മീയ ജീവിതം എന്ന് നാം പറയുമ്പോൾ അത് എന്താണത്? അങ്ങനെയെങ്കിൽ ആത്മീയത എന്താണ് എങ്കിൽ നാം എങ്ങനെയാണ് ആത്മീയനായി തീരുന്നത്? അത് വളരെ ശക്തമായ ഒരു ഉപദേശമാണ്. അതിനോട് ബന്ധപ്പെട്ട് നാം ഇന്ന് നമുക്കറിയാം, ഇന്ന് 1 കൊരിന്ത്യർ 1-ാം അധ്യായത്തിൻ്റെ 18 മുതൽ 24 വാക്യങ്ങൾ നമ്മൾ വായിച്ചതിന് അതിൻ്റെ അടിസ്ഥാനം ക്രിസ്തു തന്നെയാണ്. ക്രിസ്തു മാത്രമല്ല, ക്രിസ്തുവിൻ്റെ കാൽവരി മരണം, തേജസ്സിൻ്റെ കർത്താവ് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി മരിച്ചു അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു. അവനിൽ മാത്രമാണ് നമുക്കൊരു ആത്മീയനായി തീരാൻ സാധിക്കുക, രക്ഷിക്കപ്പെടാൻ സാധിക്കുക. അത് വിശ്വാസത്താലാണെന്ന് വേദം തറപ്പിച്ച് പറയുകയാണ്. നമ്മുടെ യാതൊരു പ്രവൃത്തി കൊണ്ടുമല്ല, നമ്മുടെ ഏതെങ്കിലും ഒരു സഭയോടുള്ള ബന്ധത്തിലല്ല, ഒരു സംഘടനയോടുള്ള ബന്ധത്തിലല്ല, അത് ദൈവം നമുക്ക് വ്യക്തിപരമായിട്ട് നൽകുന്നത്. എന്നാൽ ഈ വ്യക്തിപരമായി രക്ഷിക്കപ്പെട്ട ഒരു കൂട്ടമാണ് സഭ എന്നുള്ളതും നാം മനസ്സിലാക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അങ്ങനെ ഒരു ആത്മീയ ജീവിതം നമുക്ക് ഉണ്ട് എന്ന് വേദപുസ്തകം ശക്തമായി പഠിപ്പിക്കുകയാണ്. നമ്മൾ കൊരിന്ത്യ ലേഖനത്തെക്കുറിച്ച് കൊരിന്ത്യ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന ആത്മീയതയെക്കുറിച്ചും ആത്മീയ മനുഷ്യനെക്കുറിച്ചും എല്ലാം നമ്മൾ പഠിക്കുമ്പോൾ അതിൻ്റെ ഒരു പശ്ചാത്തലം നമുക്ക് മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട്. അപ്പസ്തോല പ്രവൃത്തികൾ 18-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവിടെ പൗലോസ് അപ്പസ്തോലൻ തൻ്റെ 2ാമത്തെ മിഷണറി യാത്രയിൽ കൊരിന്ത്യയിലേക്ക് കടന്നു പോവുകയും അവിടെ യേശു ക്രിസ്തു എന്ന യേശുവാണ് ക്രിസ്തു, പഴയ നിയമത്തിലെ ദൈവത്തിൻ്റെ വാഗ്ദാനം യഹൂദന് നൽകിയ വാഗ്ദത്ത മശീഹ, ആ മശീഹ എന്ന വാക്കിന് മഷ്യാക്ക് എന്നാണ് ഹീബ്രു ഭാഷയിൽ. ആ മിഷ്യാക്ക് എന്നുള്ളത് ഗ്രീക്ക് ഭാഷയിലേക്ക് തർജ്ജമ ക്രിസ്റ്റോസ് എന്നാണ്. അതുകൊണ്ട് ഈ ജീസസ്, ഈ യേശുവാണ് ക്രിസ്തു എന്ന് അവരോട് തർപ്പിച്ച് അവരെ മനസ്സിലാക്കി കൊടുക്കുക, അവർ തർക്കിക്കുകയും ചെയ്തു. അങ്ങനെ യഹൂദന്മാരിൽ നിന്നും യവനന്മാരിൽ നിന്നും ധാരാളം പേര് കൊരിന്ത്യ സഭയിൽ ഈ കർത്താവിൽ വിശ്വസിച്ചു, അവർ രക്ഷിക്കപ്പെട്ടു, നീതീകരിക്കപ്പെട്ടു, അവർ ദൈവമക്കളായി തീർന്നു. അവരാണ് ഈ ആത്മീയർ എന്ന് പറയുന്നത്. എന്നാൽ ഈ ആത്മീയരുടെ കാര്യങ്ങളിൽ കൂടുതൽ വെളിപ്പാടുകൾ പിൽക്കാലങ്ങളിൽ നമുക്ക് ലഭിക്കുകയാണ്. ഈ ആത്മീയൻ എന്ന് പറയുന്ന ഈ വ്യക്തിക്ക് അവൻ്റേതായ പ്രശ്നങ്ങളുണ്ട്. അവൻ ശിശുവാണ്, അവൻ വളർച്ച പ്രാപിച്ചിട്ടില്ല, അവന് ദൈവിക മർമ്മങ്ങളെക്കുറിച്ചും ആഴങ്ങളെക്കുറിച്ചും ജ്ഞാനമായിട്ട് അറിയത്തില്ല. അതുകൊണ്ട് അവനെ ഒരു സാധാരണ മനുഷ്യൻ, ഒരു ജഡിക മനുഷ്യൻ എന്നെല്ലാമാണ് നാം വേദപുസ്തകം അവരെ കുറിച്ച് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ശരിയായിട്ട് നോക്കുകയാണെങ്കിൽ 2 തരത്തിലുള്ള മനുഷ്യരെ ഈ ലോകത്തിലുള്ളൂ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിലെല്ലാം 3 തരം എന്ന് ഞാൻ പഠിപ്പിക്കേണ്ടായി. 3 തരമുണ്ട് എങ്കിലും 2 തരത്തിൽ. ഒന്ന് പ്രാകൃത മനുഷ്യൻ, നാച്ചുറൽ മാൻ. അവന് ദൈവിക കാര്യങ്ങളിൽ യാതൊരു താല്പര്യവുമില്ല, അവന് ആത്മീയതയോട് യാതൊരു കുലബന്ധം പോലും ഇല്ലാത്ത വ്യക്തിയാണ് പ്രാകൃത മനുഷ്യൻ എന്ന് പറയുന്നത്. എന്നാൽ ഒരു ആത്മീയ മനുഷ്യനുണ്ട്, അത് യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച്, ഒരു കാൽവരി മരണത്തിൽ വിശ്വസിച്ച് അവൻ്റെ നീതീകരണം പ്രാപിച്ച, അവൻ രക്ഷിക്കപ്പെട്ട വ്യക്തിയാണ്, അവനിൽ പരിശുദ്ധാത്മാവുണ്ട്. ഈ വ്യക്തിയാണ് ആത്മീയൻ. അങ്ങനെ 2 തരത്തിലുള്ള ആൾക്കാരേ ഉള്ളൂ. എന്നാൽ ഈ ആത്മീയൻ ഈ പ്രാകൃത മനുഷ്യനെ പോലെ ജീവിക്കുന്ന വ്യക്തിയാണ് നമ്മൾ ഈ ജഡിക മനുഷ്യൻ എന്ന് പറയുന്നത്. രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി ആത്മീയമായിട്ട് വളരുന്നതിനും പകരം, ആത്മീയ ജീവിതത്തിന് ഊന്നൽ കൊടുക്കുന്നതിന് പകരം അവനെന്ത് ചെയ്യുന്നു? ഈ പ്രാകൃത മനുഷ്യനെ പോലെ ജീവിക്കുന്നു. അവനെക്കുറിച്ച് വേദപുസ്തകം പറയുന്നത് ഇവൻ ആത്മീയനാണ് എങ്കിലും അവനെ കണ്ടു കഴിഞ്ഞാൽ, അവൻ്റെ പ്രവർത്തനങ്ങൾ കണ്ടാൽ, അവൻ്റെ ചിന്ത കണ്ടാൽ, അവൻ്റെ സംസാരം കേട്ടാൽ, അവൻ്റെ പ്രവൃത്തികൾ കണ്ടാൽ അവൻ ഒരു സാധാരണ മനുഷ്യനാണ് എന്ന് നമുക്ക് തോന്നാവുന്ന വിധത്തിൽ അവൻ വളരെ പ്രയാസങ്ങളുള്ള ഒരു വ്യക്തിയാണ്. നമുക്കറിയാം, അപ്പോസ്തലർ 18-ാം അധ്യായത്തിന് 1 തൊട്ട് 18 വരെയുള്ള വാക്യങ്ങൾ ആണ് നമുക്ക് കൊരിന്ത്യയിലേക്ക് പൗലോസ് കടന്നു ചെല്ലുന്നത്. അവിടെ പഠിപ്പിച്ച കാര്യമാണ് യേശു ക്രിസ്തു ആണ് എന്ന്. അത് അവർ വിശ്വസിച്ചു. എന്നാൽ അതിൽ 1.5 വർഷം ഇവിടെ താമസിച്ച്
അവരെ പഠിപ്പിക്കുകയുണ്ടായി. ആ വിഷയങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഈ ചരിത്ര പുസ്തകമായ അപ്പോസ്തലപ്രവൃത്തി 18-ാം അധ്യായത്തിൽ എഴുതിയിട്ടില്ല. എന്നാൽ പൗലോസ് അപ്പോസ്തലൻ്റെ വിവിധ സഭകളിലും വിവിധ സ്ഥലങ്ങളിലും പഠിപ്പിച്ച ഉപദേശങ്ങളിലും നമ്മൾ പഠിച്ചു വരുമ്പോൾ ആ പഠിപ്പിക്കലുകൾ തന്നെ കൊരിന്ത്യക്കാർക്ക് പഠിപ്പിച്ചിരിക്കണം എന്ന് നമുക്ക് അനുമാനിക്കാവുന്നതാണ്. എങ്കിലും പൗലോസ് അപ്പോസ്തലൻ്റെ 3 മിഷണറി യാത്രയിൽ രണ്ടാമത്തെ മിഷണറി യാത്രയിൽ കൊരിന്തിലേക്ക് കടന്നു പോവുകയും അവിടെ സുവിശേഷീകരിച്ച് അവരിൽ പലരും യഹൂദന്മാരും ഗ്രീക്കുകാരും അതുമാത്രമല്ല ജാതികളിൽ നിന്നും അനേകർ അവൻ്റെ പക്ഷത്തേക്ക് വന്നു. അവർ അങ്ങനെ സഭ സ്ഥാപിക്കപ്പെടുകയുണ്ടായത്. അതിന് ശേഷം തിരിച്ച് ജെറുസലേമിലേക്ക് കടന്നുപോയി 3-ാമത്തെ ഒരു മിഷണറി യാത്രയുണ്ട്. സുവിശേഷവുമായിട്ട് ഒരു 3-ാമത്തെ യാത്ര പൗലോസ് പോവുകയാണ്. ആ 3-ാമത്തെ യാത്രയിലും കൊറിന്ത്യ അദ്ദേഹം സന്ദർശിക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ വിവിധമായ ചരിത്രരേഖകളുടെ പശ്ചാത്തലത്തിൽ ഇത് യാഥാർത്ഥ്യമാണ്. പൗലോസ് അവരെ അപ്പസ്തോലനായിരുന്നു. അവരെ പഠിപ്പിച്ചു, അവരെ സുവിശേഷീകരിച്ചു, അവനോട് പ്രസംഗിച്ചു, അവരത് വിശ്വസിച്ചു. അവരങ്ങനെ അൽമീരയെ തിരികെയാണ് ഉണ്ടായത്. എന്നാൽ രണ്ടാമത്തെയും മൂന്നാമത്തെയും മിഷണറി ജേണിയുടെ ആകത്തുക നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സമ്മറി എന്നുള്ള നിലയിൽ നമുക്ക് 1 കൊരിന്ത്യർ 2-ാം അധ്യായത്തിൽ കാണാം. അത് വായിച്ചു കഴിയുമ്പോൾ നമുക്കത് മനസ്സിലാവും. 1 കൊരിന്ത്യർ 2-ാം അധ്യായം നമ്മൾ വായിച്ചു കഴിയുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ്റെ മിഷണറി യാത്രയുടെ സമ്മറി, അതിനകത്ത് എന്താണ് ഊന്നൽ കൊടുത്തത്, എന്തായിരുന്നു പ്രഥമ വിഷയം, ഒരുവൻ രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം, യേശു ക്രിസ്തുവിലായിത്തീരുവാൻ തക്കവണ്ണം, ക്രിസ്തുവിനുള്ളവനായിത്തീരുവാൻ തക്കവണ്ണം, പരിശുദ്ധാത്മാവ് അവന് പ്രാപിക്കാൻ തക്കവണ്ണം അവൻ എന്താണ് പ്രസംഗിച്ചത് എന്നുള്ളതിനെക്കുറിച്ച് 1 കൊരിന്ത്യർ 2-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്ക് അല്പമായിട്ട് മനസ്സിലാകാം എന്ന് ഞാൻ കരുതുകയാണ്. 1 കൊരിന്ത്യർ 2-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ, ഞാനും സഹോദരന്മാരും നിങ്ങളുടെ അടുക്കൽ വന്നപ്പോൾ, ഈ പൗലോസ് അപ്പോസ്തലൻ തൻ്റെ മിഷണറി യാത്രയിൽ കൊരിന്തിൽ കടന്നു ചെന്നു. ആ കാര്യത്തെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ ഈ കത്തിൽ എഴുതുകയാണ്, ഈ ലേഖനത്തിൽ എഴുതുകയാണ് കൊരിന്ത്യർക്ക്. സഹോദരന്മാരെ, നിങ്ങളുടെ അടുക്കൽ വന്നപ്പോൾ വചനത്തിൻ്റെയോ ജ്ഞാനത്തിൻ്റെയോ വൈഭവം കൂടാതെ അത്രേ, വൈഭവം അത് നിങ്ങൾ ഊന്നിൽ കൊടുക്കുന്നൊരു വാക്യമാണ്, വൈഭവം കൂടാതെ അത്രേ ദൈവത്തിൻ്റെ സാക്ഷ്യം നിങ്ങളോട് പ്രസ്താവിപ്പാൻ വന്നത്. പൗലോസ് അപ്പോസ്തലൻ ഊന്നൽ കൊടുത്തത് ദൈവത്തിൻ്റെ സാക്ഷ്യമാണ്. അവന് പരിശുദ്ധാത്മാവിനാൽ കിട്ടിയ ദൈവിക ദൂതുകൾ, അതാണ് ഇവിടെ ദൈവത്തിൻ്റെ സാക്ഷ്യം. ഇവനാണ് എൻ്റെ പ്രിയപുത്രൻ, ഇവൻ്റെ കാൽവരി മരണത്തിൽ അവൻ പ്രസാദിച്ചു, അവനെ 3-ാം ദിവസം ഉയർത്തെഴുന്നേൽപ്പിച്ചു. ആ ദൈവിക സാക്ഷ്യം പ്രസ്താവിക്കുകയാണ് ഉണ്ടായത്. 2-ാം വാക്യത്തിൽ 1 കൊരിന്ത്യർ 2-ാം വാക്യത്തിൽ, ക്രൂശിക്കപ്പെട്ടവനായ യേശു ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കണം എന്ന് ഞാൻ നിർണയിച്ചു. ഇതാണ് ഊന്നൽ. ക്രൂശിക്കപ്പെട്ടവനായ യേശു ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നിനെ അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കണം എന്ന് ഞാൻ നിർണയിച്ചു. കാരണം എന്താണ്? അല്ലെങ്കിൽ അവർ വിചാരിക്കും ഇവൻ്റെ കഴിവ് കൊണ്ടാണ്, ഇവൻ പരീക്ഷനായിരുന്നു, ഇവൻ വേദപുസ്തകം അറിയാവുന്ന വ്യക്തിയായിരുന്നു, ഇവൻ്റെ വാക്വൈഭവം കൊണ്ടും ജ്ഞാനം കൊണ്ടും മറ്റുള്ള അവൻ്റെ കഴിവുകൾ കൊണ്ട് ആണെന്ന് വരാതിരിക്കാൻ തക്കവണ്ണം ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി, ഒരുപാട് കാര്യങ്ങൾ അറിയാവുന്ന വ്യക്തിയായിരുന്നു പൗലോസ് അപ്പോസ്തലൻ. അറിയാത്തവനെ പോലെ അവരുടെ ഇടയിൽ ക്രൂശിക്കപ്പെട്ട കർത്താവിന് പ്രഥമ സ്ഥാനം കൊടുത്ത്, അതായിരുന്നു സുവിശേഷം. 3-ാം വാക്യത്തിൽ, ബലഹീനതയോടും ഭയത്തോടും വളരെ നടുക്കത്തോടും കൂടെ നിങ്ങളുടെ ഇടയിൽ ഇരുന്നു, നിങ്ങളുടെ വിശ്വാസത്തിന് വളരെ ഊന്നൽ കൊടുത്തുകൊണ്ട് പറയുകയാണ്. നിങ്ങളുടെ കൊരിന്ത്യയിലെ എൻ്റെ പ്രസംഗത്തിൻ്റെ ഫലമെന്തായിരുന്നു? അവർ വിശ്വാസികളായി തീർന്നു. എന്നിട്ട് പറയുകയാണ്, നിങ്ങളുടെ വിശ്വാസത്തിന് മനുഷ്യരുടെ ജ്ഞാനം അല്ല, ദൈവത്തിൻ്റെ ശക്തി തന്നെ ആധാരമായിരിക്കേണ്ടതിന് എന്ത് ചെയ്തു? ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ മാത്രം അവരുടെ ഇടയിൽ പ്രസംഗിച്ചു. അവരത് വിശ്വസിച്ചു. 5-ാം വാക്യത്തിൽ, എൻ്റെ വചനവും എൻ്റെ പ്രസംഗവും ജ്ഞാനത്തിൻ്റെ വശീകരണ വാക്കുകളല്ല, ആത്മാവിൻ്റെയും ശക്തിയുടെയും
പ്രദർശനത്തിലത്രേ ആയിരുന്നത്. അവിടെ ഈ അപ്പസ്തോലൻ ദൈവവചനം പ്രസംഗിച്ചപ്പോൾ, ദൈവത്തിൻ്റെ സാക്ഷ്യം അവരുടെ ഇടയിൽ, കൊരിന്ത്യരുടെ ഇടയിൽ പ്രസംഗിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? ആ വചനം, ആ പ്രസംഗം, അത് ആത്മാവിൻ്റെയും ശക്തിയുടെയും പ്രദർശനമായി അത് ഭവിക്കുകയും അങ്ങനെ കൊരിന്ത്യയിലെ വിശ്വാസികൾ ആത്മീയരായി തീരുകയും ചെയ്തു. ഇത് വളരെ ശക്തമായ ഒരു ഉപദേശമാണ്. ഇന്ന് നമ്മുടെ സമകാലിക ക്രിസ്തു മതത്തിൽ ഈ ക്രിസ്തുവിന് വേണ്ട സ്ഥാനം ലഭിക്കുന്നില്ല. ഈ ക്രൂശിക്കപ്പെട്ട കർത്താവ്, ഇന്ന് ക്രൂശിക്കപ്പെട്ട കർത്താവിൻ്റെ അതിനെ ഒരു മോഡലായിട്ട്, ഒരു ഉദാഹരണമായിട്ട് എടുത്ത് ഇന്നും എന്നും അവർ ഈ യാഗമർപ്പിക്കുകയാണ്. എത്രയോ അപമാനകരമായ കാര്യമാണ് നിങ്ങൾ ഓർക്കേണ്ടതാണ്. ഓരോ അപ്പസ്തോലൻ പറഞ്ഞ കാര്യങ്ങൾ വളരെ ശക്തമായ ഉപദേശമാണ്, നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഞാൻ ഇത് പഠിക്കുന്ന സമയത്ത് ഞാൻ ഇതിനോടുള്ള ബന്ധത്തിൽ ചില കാര്യങ്ങൾ കൂടി പഠിക്കാനിടയായി. ആദിമ സഭയിൽ ഇവർ ഒരു ഉപദേശമായി അംഗീകരിക്കാനുള്ള മാർഗരേഖകൾ എന്തായിരുന്നു, അതിനുള്ള അളവ് കോലുകൾ എന്തായിരുന്നു, അത് നമുക്ക് അല്പമായിട്ട് അറിയാമെങ്കിൽ നാം ഇങ്ങനെ വലിയ അബദ്ധത്തിലേക്ക് കടന്നു പോവുകയില്ല. ഒന്നാമതായിട്ട് അവരൊരു ക്രൈസ്തവ വിശ്വാസം. ഇപ്പം നമ്മളിന്ന് പഠിക്കുന്ന ആത്മീയത്വത്തെക്കുറിച്ചാണ്. ഒരുവന് ആത്മീയനാകുന്നത് എങ്ങനെയാണ്, ഇങ്ങനെ ഒരു വ്യക്തി എങ്ങനെയാണ് ആത്മാവ് ഉള്ളവനായി തീരുന്നത്, ആത്മീയനായി തീരുന്നത്, ക്രിസ്തുവിനുള്ളവനായി തീരുന്നത് എന്നുള്ള ആ ഉപദേശത്തിൻ്റെ മാർഗരേഖ, അതിനുള്ള അടിസ്ഥാനം എവിടെ നിന്നാണ് ഇവർ കണ്ടെത്തിയത്? ഒന്നാമതായിട്ട് ആദിമസഭ ദൈവത്തിൻ്റെ വചനം അത് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നവരായിരുന്നു. അത് 66 പുസ്തകങ്ങൾ അടങ്ങുന്ന വേദപുസ്തകമാണ്. 27 പഴയ പുസ്തകങ്ങൾ. അതിനെക്കുറിച്ച് നമുക്കൊരു ചോദ്യമില്ല. അത് യഹൂദന്മാർക്ക് നൽകിയതും യഹൂദന്മാരുടെ നമുക്ക് നൽകിയതാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ച് യാതൊരു തർക്കവുമില്ല. തുടർന്ന് 39 പുസ്തകങ്ങൾ. അപ്പോൾ ഇത് ആദിമസഭയിൽ അവർക്ക് ലഭിച്ച വെളിപ്പാടുകളനുസരിച്ച് അത് ദൈവിക സത്യമാണ്, അത് ബൈബിൾ സത്യമാണ്, ഈ അപ്പസ്തോലന്മാർ പറയുന്ന കാര്യങ്ങൾ സത്യമാണ് എന്ന് വിശ്വസിച്ചവരായിരുന്നു. രണ്ടാമതായിട്ട് ഒരു ഉപദേശം നാം സ്ഥാപിക്കുമ്പോൾ അത് പഴയ നിയമത്തിലെ സൂചനകളുണ്ടോ എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പസ്തോലനായ പൗലോസ് കൊരിന്ത്യയിൽ കടന്നു ചെന്നപ്പോൾ അവരോട് പറഞ്ഞു, അവിടുത്തെ യഹൂദന്മാരോടും അവിടെ യഹൂദ മതത്തിലേക്ക് ആ യഹോവയെ ആരാധിക്കുന്നവരോട് പറഞ്ഞു, പഴയ നിയമത്തിലെ മശീഹ, വാഗ്ദത്ത മശീഹ ക്രിസ്തു, അത് യേശുവാണ്. അപ്പം അതുകൊണ്ട് അതിന് പഴയ നിയമത്തിൽ നമുക്ക് അതിൻ്റെ സൂചനകൾ ഉണ്ട്, പഴയ നിയമത്തിലെ പ്രവചനങ്ങൾ ഉണ്ട്. മൂന്നാമതായിട്ട് അവർ തീർച്ചയായിട്ടും അപ്പസ്തോലന്മാരുടെ ഉപദേശത്തിൽ വിശ്വസിക്കുന്നവരായിരുന്നിരിക്കണം. ഈ അപ്പസ്തോലന്മാരിലൂടെയാണ് ദൈവവചനം നമുക്ക് കടന്നു വന്നത്. ഈ അപ്പസ്തോലന്മാരിൽ അത് നമ്മൾ ഒരുപാട് വ്യക്തികളെ കുറിച്ച് നമ്മൾ കൊരിന്ത്യ ലേഖനത്തിൽ കാണാൻ കഴിയും. നമുക്ക് അവരാരും തന്നെ അപ്പസ്തോലന്മാരല്ല. എന്നാൽ പൗലോസ് ദൈവത്താൽ നിയമിക്കപ്പെട്ട, ക്രിസ്തുവിനാൽ നിയമിക്കപ്പെട്ട ക്രിസ്തുവിൻ്റെ അപ്പസ്തോലനായിരുന്നു. അവനിലൂടെ എഴുതിയതും പറഞ്ഞതുമായിട്ടുള്ള കാര്യങ്ങൾ അത് ദൈവവചനമാണ്. അതായിരുന്നു അടിസ്ഥാനം. നാലാമതായിട്ട് തീർച്ചയായിട്ടും അന്നത്തെ ആദിമ വിശ്വാസികൾ, അത് മാത്രമല്ല നാം ഇപ്പോൾ 2021 നൂറ്റാണ്ടിൽ ജീവിക്കുമ്പോഴും നമുക്കും പ്രധാനപ്പെട്ടൊരു കാര്യം, ഈ വസ്തുതകൾ, ഈ സത്യങ്ങൾ, ഈ ഉപദേശങ്ങൾ അവർ ആരാധനയ്ക്ക് ഉപയോഗിച്ചിരുന്നുവോ? അവരുടെ ആരാധനയിൽ ഈ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ ആരാധിക്കുകയായിരുന്നുവോ? അവനെ പിതാവ് അയച്ചുവെന്നോ വന്നുവെന്നോ അവൻ നമ്മുടെ പാപപരിഹാരം മരിച്ചുവെന്നും ഉയർത്തെഴുന്നേറ്റുവെന്നും അത് പരിശുദ്ധാത്മാവിൽ ബോധ്യപ്പെട്ട കാര്യങ്ങൾ ആ ആരാധനയിൽ അവർ ഉപയോഗിച്ചിരുന്നോ എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു അളവുകോൽ ആയിരുന്നു. അതുമാത്രമല്ല, ഈ അപ്പസ്തോലന്മാർ ഈ ലോകത്തിൽ പ്രസംഗിച്ച കാര്യങ്ങൾ, തുടർന്ന് അവരെ കേട്ട അവരുടെ ശിഷ്യന്മാർ പറഞ്ഞ കാര്യങ്ങൾ, ഈ ലോകത്തിൻ്റെ കൊടുത്ത സാക്ഷ്യങ്ങൾ, അതും
ഈ യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ കുറിച്ചായിരുന്നുവോ? അപ്പം അങ്ങനെ പല മാനദണ്ഡങ്ങൾ കണക്കിട്ടിട്ടാണ് ആദിമസഭയിലെ വിശ്വാസികൾ സത്യത്തിന് മാനദണ്ഡങ്ങൾ കണ്ടെത്തിയത്. അങ്ങനെ നാം പരിഗണിക്കുമ്പോൾ ഈ പൗലോസ് അപ്പോസ്തലൻ വളരെ വ്യക്തമായിട്ട് യാതൊരു വൈഭവവും കൂടാതെ യാതൊരു മായവും ചേർക്കാതെ ദൈവത്തിന് വെളിപ്പാടുകൾ അവർക്ക് കൊടുത്തു. യേശു ക്രിസ്തുവാണ്, അവൻ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. അപ്പം അങ്ങനെ ഒരു വലിയ സന്ദേശം നമുക്ക് അവിടെ കാണാൻ കഴിയും. അതാണ് നമ്മളിപ്പോൾ കൊരിന്ത്യർ 2-ാം അധ്യായത്തിന് 1-5 വരെയുള്ള വാക്യങ്ങൾ വായിച്ചത്. ക്രൂശിക്കപ്പെട്ട യേശു ക്രിസ്തു, അവൻ അതിൻ്റെതായ പ്രാധാന്യം കൊടുക്കുകയും അവനെ ആശ്രയിക്കുകയും ചെയ്യാതെ നമ്മളേറെ എന്തൊക്കെ ചെയ്താലും നമ്മൾ രക്ഷിക്കപ്പെടാനോ ദൈവഭാഗത്തേക്ക് വരാനോ പരിശുദ്ധാത്മാവിനെ ലഭിക്കാനോ ആത്മീയനായി തീരുവാനോ നമുക്ക് അസാധ്യമാണ് എന്ന് ഞാൻ നിങ്ങളെ തറപ്പിച്ച് പറയാൻ ആഗ്രഹിക്കുകയാണ്. അപ്പം അങ്ങനെ നമ്മുടെ വിഷയം നാം പറഞ്ഞു വരുന്നത് എങ്ങനെ ഒരുവൻ ആത്മീയനായിത്തീരുന്നു, ഹൗ ടു ബിക്കം എ സ്പിരിച്വൽ എൻറ്റൈറ്റി. എങ്ങനെയാണ് നമുക്ക് ഒരു ആത്മീയനായി തീരാൻ കഴിയുന്നത്? നമ്മൾ 1 കൊരിന്ത്യർ 18-ാം അധ്യായത്തിൽ 18-24 വരെ വായിക്കാനുള്ള കാരണം അതാണ്. നമ്മുടെ സ്ക്രിപ്ചർ റീഡിങ് അതായിരുന്നു. നമ്മളവിടെ വായിച്ചു കഴിയുമ്പോൾ അതിൻ്റെ 1 കൊരിന്ത്യർ 1-ാം അധ്യായത്തിൽ 21-ാം വാക്യം നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. നിങ്ങൾക്ക് അപ്പോൾ ഈ പ്രസംഗത്തിൻ്റെ, ഞങ്ങൾ ഈ ചെയ്യുന്ന ശുശ്രൂഷയുടെ മഹത്വം നിങ്ങൾക്ക് മനസ്സിലാകും എന്ന് ഞാൻ കരുതുകയാണ്. ഒന്ന് കൊരിന്ത്യർ 1-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ 21-ാം വാക്യം. ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ ലോകം ജ്ഞാനത്താൽ ദൈവത്തെ അറിയായക കൊണ്ട് വിശ്വസിക്കുന്നവരെ പ്രസംഗത്തിൻ്റെ ഭോഷത്വത്താൽ രക്ഷിപ്പാൻ ദൈവത്തിന് പ്രസാദം തോന്നി. ദൈവത്തിന് പ്രസാദമുള്ളൊരു കാര്യമാണ്. പൗലോസ് അപ്പോസ്തലൻ യാതൊരു വൈഭവവും കൂടാതെ, ഒന്നും കൂട്ടിച്ചേർക്കാതെ, യേശുവാണ് ക്രിസ്തു എന്നും അവനാണ് ക്രൂശിക്കപ്പെട്ടതെന്നും അവനാണ് നമ്മുടെ രക്ഷകനെന്നും അതിൽ വിശ്വസിക്കുന്നവരെ രക്ഷിക്കാൻ ദൈവത്തിന് പ്രസാദമായി. എന്നാൽ എന്തു പറയുന്നു? ദൈവത്തിൻ്റെ ജ്ഞാനത്തെ, ലോകത്തിന് ഈ ജ്ഞാനത്താൽ ദൈവത്തെ അറിയായക കൊണ്ട്. മനുഷ്യർക്ക് അറിയത്തില്ല ദൈവത്തെ. ഇന്നത്തെ മതങ്ങൾ അതാണ്. ഇന്നത്തെ ക്രൈസ്തവ മതം പ്രത്യേകിച്ച് വളരെ ദോഷത്തിലേക്ക് കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ബൈബിൾ ചർച്ച് എന്നുള്ള പേരുകൊണ്ട് ഞങ്ങൾ ഈ സുവിശേഷ വേല ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണ്? നിങ്ങളെ സത്യത്തിലേക്ക് നയിക്കുക, വേദപുസ്തകത്തിലേക്ക് നയിക്കുക, വേദപുസ്തക ദൈവത്തിലേക്ക്, വേദ ക്രിസ്തുവിലേക്കും അവൻ്റെ ക്രൂശമരണത്തിലേക്കും. അത് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയാണെന്ന് നിങ്ങൾ പഠിപ്പിക്കുക എന്നുള്ളതും അത് നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം. അതങ്ങനെയൊന്ന് പരിശോധിക്കേണ്ടത് നിങ്ങളുടെ വ്യക്തിപരമായ ഒരു ഉത്തരവാദിത്വം തന്നെയാണ്. അപ്പം അങ്ങനെ നമ്മൾ 1 കൊരിന്ത്യർ 1-21 വാക്യം വായിക്കുമ്പോഴും ഈ പ്രസംഗം എന്ന ഭോഷത്വം, അതുകൊണ്ട് അതിൽ വിശ്വസിക്കുന്നവന്, അതുകൊണ്ട് വിശ്വാസത്താലാണ്, അത് കേൾവിയാലാണ്, കേൾവി ദൈവത്തിൻ്റെ വചനത്താലാണ്. ദൈവത്തിൻ്റെ വചനം അത് ദൈവത്തിൻ്റെ സാക്ഷ്യമാണ്. അതിൽ കർത്താവായ യേശു ക്രിസ്തു എന്ന വ്യക്തി നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി മരിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അത് മനുഷ്യർക്ക് ഭോഷത്വമാണ്. എന്നാൽ രക്ഷിക്കപ്പെടുന്നവനോ, അത് വിശ്വസിക്കുന്നവനോ, അത് ദൈവശക്തിയാണ്, അത് ദൈവത്തിൻ്റെ പ്രവർത്തനമാണ്. ഇത് വളരെ ശക്തമായ ഒരു ഉപദേശമായിട്ട് ആയതിനാൽ നിങ്ങൾ ഇതിനെക്കുറിച്ച് വായിക്കണം, പഠിക്കണം എന്ന് ഞാൻ നിങ്ങളോട് ആഗ്രഹിക്കുകയാണ്. അങ്ങനെ ഈ വിശ്വസിച്ച വ്യക്തികൾ അവർക്കെന്ത് സംഭവിച്ചു? ഇത് ഞാൻ ഉണ്ടാക്കി പറയുന്നതല്ല, വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന സത്യവചനമാണ്. ഇങ്ങനെ പൗലോസിൻ്റെ പ്രസംഗം കേട്ട്, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം കേട്ട് വിശ്വസിച്ചവർക്ക് എന്ത് സംഭവിച്ചു എന്ന് 1 കൊരിന്ത്യർ 2-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ നാം വായിച്ചു. വിശ്വസിച്ചവർക്ക് എന്ത് സംഭവിച്ചത്? വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ ഭോഷത്തെ രക്ഷിപ്പാൻ
വിശ്വസിക്കുന്നവർ, ഈ യേശു ക്രിസ്തുവിൻ്റെ കാൽവരി മരണത്തിലും ക്രൂശിക്കപ്പെട്ട കർത്താവും, അവനെക്കുറിച്ച് പറയുന്നവൻ തേജസ്സിൻ്റെ കർത്താവ് എന്നാണ്. ഈ ലോകം അതിനെ അറിഞ്ഞിരുന്നുവെങ്കിൽ തേജസ്സിൻ്റെ കർത്താവിനെ ക്രൂശിക്കുകയില്ലായിരുന്നു എന്ന് നമ്മൾ 1 കൊരിന്ത്യർ 2-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. അവർക്കറിയാമെങ്കിൽ അവരറിയാതെ പോയി. എന്നാൽ അത് വിശ്വസിക്കുന്ന നമുക്കത് ഗുണകരമായി തീർന്നിരിക്കുകയാണ്. അങ്ങനെ വിശ്വസിച്ച വ്യക്തികളെക്കുറിച്ച് വേദപുസ്തകം പറയുന്നത്, തിരുവചനം പറയുന്നത്, 1 കൊരിന്ത്യർ 2-ാം അധ്യായത്തിൽ പറയുന്നത്, വിശ്വസിച്ച അവർ രക്ഷിക്കപ്പെട്ടവരാണ് എന്ന് വേദപുസ്തകം പറയുന്നു. ഞാനുണ്ടാക്കി പറയുന്നതല്ല. അവർ രക്ഷിക്കപ്പെട്ടവർക്ക് പാപക്ഷമയുണ്ട്. അതിനോട് ബന്ധപ്പെട്ട് നീതീകരണവും ഒരുപാട് അനുഗ്രഹങ്ങൾ, ആത്മീയ അനുഗ്രഹങ്ങളും അതോടുകൂടി നമുക്ക് ലഭിക്കണം. അതാണ് ഒന്നാമതായിട്ട് സംഭവിക്കുന്നത്. വിശ്വസിക്കുമ്പോൾ എന്ത് സംഭവിക്കും? രണ്ടാമതായിട്ട് 1 കൊരിന്ത്യർ 3-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യം, 1 കൊരിന്ത്യർ 3-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ പൗലോസ് ഈ ജഡികർ എങ്കിലും അവരോട് പറയുന്നത്, ഇവരെക്കുറിച്ച് പറയുന്നത്, നിങ്ങൾ ജഡിക മനുഷ്യരാണ്, നിങ്ങൾ ആത്മീയരാണ്, പക്ഷേങ്കിൽ നിങ്ങളുടെ ജീവിത ശൈലി മുഴുവനും ഈ കൊറിന്ത്യയിലെ മനുഷ്യരെ പോലെയാണ്, സാധാരണ മനുഷ്യരെ പോലെയാണ്. നിങ്ങളുടെ ഇടയിൽ ഈർഷ്യ, പിണക്കം, പ്രയാസങ്ങൾ, ഒരുപാട് പ്രശ്നങ്ങൾ, ഒരുപാട് ദോഷങ്ങളുള്ള ഒരു സമൂഹമായിരുന്നു കൊറിന്ത്യയിലെ ജനം. എന്നാൽ അതിൽ നിന്ന് ദൈവം തൻ്റെ സുവിശേഷത്താൽ അത് വിശ്വസിക്കുന്നവരെ രക്ഷിക്കാൻ തീരുമാനിച്ചു. നമുക്കറിയാം, നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 18-ാം അധ്യായം വായിക്കുമ്പോഴും അവിടെ പൗലോസിന് വെളിപ്പാടായിട്ട് ദൈവം അവന് ഒരു ഉപദേശം കൊടുക്കുന്നതാണ്. നീ ഭയപ്പെടേണ്ട, നീ പ്രസംഗിച്ചോളൂ, നിന്നെ ആരും ഉപദ്രവിക്കുകയില്ല. കാരണം എന്താണ്? ഈ കൊരിന്ത്യയിൽ എനിക്ക് വേണ്ടപ്പെട്ട കുറേ പേരുണ്ട്. അത് വിശ്വസിക്കാൻ തക്കവണ്ണം ഒരുക്കപ്പെട്ട ഒരുപാട് ജനം അവിടെ ഉണ്ടായിരുന്നു. അവർ വിശ്വസിച്ചു. അങ്ങനെയാണ് സഭ അവിടെ സ്ഥാപിക്കപ്പെട്ടത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ ഈ സുവിശേഷം പ്രസംഗം വളരെ പ്രധാനപ്പെട്ടത്. വിശ്വസിക്കുന്നവർക്ക് രക്ഷിക്കപ്പെടുന്നു. രണ്ടാമതായിട്ട് 1 കൊരിന്ത്യർ 3-ാം അധ്യായം 16-ാം വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ വായിക്കുന്നത്, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരം എന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും അറിയുന്നില്ലയോ? ഒരുവൻ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ അവനിൽ, ആ വ്യക്തിയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വസിക്കുന്നു. ഇൻഡ്വെല്ലിംഗ് ഓഫ് ദി ഹോളി സ്പിരിറ്റ് എന്ന് പറയാം. അതെന്തിനാണ്? അത് മാത്രമല്ല, നമ്മൾ 1 എഫേസ്യർ 1-ാം അധ്യായത്തിലെ 13-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ, വിശ്വസിച്ച നിങ്ങൾക്ക് അവൻ അച്ചാരമായിട്ട് തൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ മുദ്രയിട്ടിരിക്കുന്നതൊക്കെ എഴുതിയിട്ടുണ്ട്. നമ്മൾ അങ്ങോട്ടൊന്നും കടക്കുന്നില്ല. എങ്കിലും കൊരിന്ത്യ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ ഈ സുവിശേഷം, അപ്പസ്തോലൻ പറഞ്ഞ സുവിശേഷം, ക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ കുറിച്ച് സുവിശേഷം കേട്ട് വിശ്വസിച്ച് അവർ രക്ഷിക്കപ്പെടുക മാത്രമല്ല, അവരിൽ പരിശുദ്ധാത്മാവ് വസിക്കാനും തുടങ്ങി. അതുമാത്രമല്ല, അതിൻ്റെ 23-ാം വാക്യത്തിൽ, 1 കൊരിന്ത്യർ 3-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യത്തിൽ ഈ വ്യക്തികളെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ എഴുതിയിരിക്കുന്നത്, നിങ്ങളോ ക്രിസ്തുവിനുള്ളവർ. നിങ്ങളോ ഈ കൊരിന്ത്യ വ്യക്തികളോട്, ഈ ജഡികന്മാരായിട്ടുള്ള വ്യക്തികളോട്, ഒരു ആത്മീയരാണ്, രക്ഷിക്കപ്പെട്ടവരാണ്, ആത്മാവുള്ളവരാണ്, പക്ഷേ ജീവിതശൈലി അത് വളരെ വ്യത്യസ്തമായി, ദൈവം ആഗ്രഹിക്കുന്ന പ്രകാരമല്ല. അവർ പ്രശ്നങ്ങളിലെ മധ്യത്തിൽ മനുഷ്യരെ പോലെ ജീവിക്കുന്നതായി കാണാൻ സാധിക്കും. എന്നാൽ അവർ ദൈവത്തിൻ്റെ കാഴ്ചപ്പാടിൽ, തിരുവചനത്തിൻ്റെ കാഴ്ചപ്പാടിൽ അവർ ക്രിസ്തുവിൻ ഉള്ളവരാണ്. അപ്പം അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിലും 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ ഓർപ്പിക്കാൻ. ഒരു ആത്മീയനാകുന്നത് എങ്ങനെയാണ്? സുവിശേഷം കേട്ട് അത് വിശ്വസിക്കുമ്പോഴാണ്. ആ സുവിശേഷം യേശു ക്രിസ്തുവിൻ്റെ കാൽവരി മരണവും 3-ാം ദിവസത്തെ പുനരുത്ഥാനവും. അത് വിശ്വസിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന 3 കാര്യങ്ങളാണ് ഇവിടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. 1, അവർക്ക് രക്ഷ ലഭിക്കുന്നു. രണ്ടാമതായിട്ട് അവരിൽ പരിശുദ്ധാത്മാവ് വസിക്കുന്നു. അവർ ക്രിസ്തുവിനുള്ളവരാണ്. ഇവർ ആത്മീയരാണ്. നമ്മുടെ ആത്മീയ ജീവിതം തുടങ്ങുന്നത് ഇപ്രകാരമാണ്. അല്ലാതെ ഈ മതം പഠിപ്പിക്കുന്നത് പോലെ ക്രിസ്തീയ ഒരുപാട് മതങ്ങളുണ്ട്.
നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്താൽ ഈ പെന്തക്കോസ്ത് സഭകൾ, കരിസ്മാറ്റിക് സഭകൾ ഇതെല്ലാം പഠിപ്പിക്കുന്നത് വളരെ ദൈവത്തിന് വിരുദ്ധമായ കാര്യങ്ങളാണ്. നമ്മൾ കാത്തിരുന്നത് കൊണ്ടോ ഉപവസിച്ചത് കൊണ്ടോ പ്രാർത്ഥിച്ചത് കൊണ്ടോ ഒന്നും ലഭിക്കുന്ന ഒന്നല്ല പരിശുദ്ധാത്മാവ്. തൻ്റെ പുത്രൻ്റെ മരണത്തിൽ ദൈവിക പദ്ധതി അത് ക്രിസ്തുവിലാണ്. അത് നടപ്പാക്കിയ ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ മാത്രമാണ് അത് ലഭിക്കുന്നത്. പരിശുദ്ധാത്മാവിനെ കുറിച്ച് കർത്താവ് യേശു ക്രിസ്തു തൻ്റെ പരസ്യ ശുശ്രൂഷ കാലത്ത് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ യോഹന്നാന്റെ 8-ാം അധ്യായത്തിൽ 44-ാം വാക്യമാണെന്നാണ് എൻ്റെ ഓർമ്മ. മേ ബി ഐ ആം റോങ്. 7:29 എൻ്റെ ഓർമ്മ. 7:29. അത് ശരിയാണെങ്കിൽ അവിടെ പറഞ്ഞിരിക്കുന്നത് വിശ്വസിക്കുന്നതിൽ ലഭിക്കാനിരിക്കുന്ന പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞിരിക്കുന്നത്. കർത്താവ് തന്നെ പറഞ്ഞ കാര്യങ്ങളാണ്. അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിശ്വാസത്താലാണ് പരിശുദ്ധാത്മാവ് ലഭിക്കുന്നത്, ആത്മീയനായിട്ട് തീരുന്നത് എന്ന് ഉറപ്പിച്ച് പറയാനായിട്ട് ദൈവവചനം അനുശാസിക്കുകയാണ്. അതിവിടെ ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, രക്ഷിക്കപ്പെടുക. വേദപുസ്തകം പറയുന്നത് നമ്മൾ വിശ്വസിക്കുക. നമ്മൾ ആത്മീയരാണ്, നമുക്ക് പരിശുദ്ധാത്മാവുണ്ട്. ഇനി ഈ പരിശുദ്ധാത്മാവിൻ്റെ നിർദ്ദേശപ്രകാരം, ഈ പരിശുദ്ധാത്മാവ് എഴുതിയ വചനപ്രകാരം നമ്മുടെ ജീവിതത്തെ നമ്മൾ പരിവർത്തനപ്പെടുത്തുമ്പോൾ അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്, ഇത് റെസ്പോൺസിബിലിറ്റിയാണ്. എങ്കിൽ തന്നെ അത് ദൈവകൃപയിൽ നമുക്ക് അത് സാധ്യമാകും എന്ന് ദൈവവചനം പറയുകയാണ്. അത് ക്രിസ്തുവിൽ നമുക്ക് അത് സാധ്യമാകും. അതുകൊണ്ട് ഏറ്റവും പ്രഥമ കാര്യം പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞതുപോലെ യേശു ക്രിസ്തുവാണ്, മശീഹയാണ്, വാഗ്ദത്ത മശീഹയാണ്. അവൻ ലോകരക്ഷിതാവാണ്. വിശ്വസിക്കുന്ന ഏവനെ രക്ഷിക്കാൻ അവൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ വിശ്വസിക്കുമോ? നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥിച്ച് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. സ്വർഗീയ പിതാവേ, കേൾപ്പിച്ച വചനത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു, നന്ദി പറയുന്നു. അത് ഞങ്ങളുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായി തീരുവാൻ, അത് വിശ്വസിക്കാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആകയാൽ ഈ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ആമേൻ. നിങ്ങളുടെ സമയത്തിന് നന്ദി. ദൈവം അനുവദിച്ചാൽ അടുത്ത ബുധനാഴ്ച കാണാം, കേൾക്കാം. നന്ദി.